ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലീറ്റഡ് കുർത്തിയായിട്ടാണ്. അതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഷിഫോൺ സാരിയാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുണി എടുക്കണമെങ്കിൽ ഇതിന് ഒരു 3.5 മീറ്റർ തുണി വേണ്ടി വരും കേട്ടോ. ഞാനിവിടെ ചെയ്യണ അളവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ലൈനിങ് തുണി 4ആയി മടക്കിയിട്ടതിന് ശേഷം ഞാനിവിടെ ഈ ഹാഫ് ബോഡിയുടെ നമ്മുടെ അര വരെയുള്ളൊരു ഭാഗം അളവെടുത്തിട്ടുണ്ട്. ഞാനിവിടെ തയ്യൽ തുമ്പടക്കം 16 ഇഞ്ച് ആണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമുള്ള എത്ര ലെങ്ത്ത് ആവശ്യമുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാനതിന് ശേഷം ഇവിടെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മുടെ ആം ഹോൾ ഇവിടെ കുഴിച്ച് വരച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് കേട്ടോ കുഴിച്ച് വരക്കാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഞാനിവിടെ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 9.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള അളവ് 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 8.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്തേക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് 44 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ 15 ഇഞ്ച് നമ്മളൊരു ഹാഫ് ബോഡി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 44-ൽ നിന്ന് 15 കുറച്ചാൽ നമുക്കിവിടെ 29 കിട്ടും. അപ്പോൾ ഞാൻ അടിവശത്ത് 2 പ്ലീറ്റ്സ് ആയിട്ടാണ് 2 ഭാഗത്തായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 29-ൽ നിന്ന് ഒരു 5 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് അടിവശത്ത് വേറെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 29-ൽ നിന്ന് 5 ഇഞ്ച് കുറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 24. അപ്പോൾ ഈ 24ആണ് ഞാനിവിടെ അടിവശത്തിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ 24-ൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 25 ഇഞ്ച് ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് 25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ 2ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ കുറച്ചധികം തുണി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2ആയിട്ട് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 4ആയിട്ട് ഇവിടെ അങ്ങനെ മടക്കിയിട്ടിട്ടുള്ളത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ 2ആയിട്ടാണ് ഇവിടെ മടക്കിയിട്ടുള്ളത്. ഞാനിത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ അല്ല, ഈ ഓപ്പൺ ചെയ്ത ഭാഗത്തല്ല, നമ്മുടെ ഈ കരവശത്ത് നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ 4ആയി മടക്കിയിട്ടതിന് ശേഷം ഇതിന് മേലേക്ക് നമ്മൾ നേരത്തെ ലൈനിങ് ഒരു ഹാഫ് ബോഡി നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിന് മേലേക്ക് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കട്ടിങ്ങും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഹാഫ് ബോഡി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്തേക്കുള്ള പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് മടക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കിയാൽ നമുക്ക് ഈ കര ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് 25 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടൂല. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തായാലും അത് അങ്ങനെ കിട്ടണില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ നിവർത്തിയതിന് ശേഷം നമുക്കിത് 2ആയിട്ട് ഞാൻ ഇങ്ങനെ മടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒറ്റ പീസിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ഒറ്റ പീസിൽ പ്ലീറ്റ്സ് ഇടാനുള്ള തുണി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീതി നമ്മളിങ്ങനെ 25 ഇഞ്ച് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വേസ്റ്റായി പോകും. നമ്മൾ കര ഉള്ളതുകൊണ്ട് നമുക്ക് കര കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് താഴേക്ക് വെക്കാനുള്ള പീസും എനിക്കിതിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ 25 ഇഞ്ച് ഇതുപോലെ ഞാനിങ്ങനെ 25 ഇഞ്ച് ഇങ്ങനെ അളന്നിട്ട്
ഇതിന് രണ്ടായി മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുപോലെ കണ്ടോ 25 ഇഞ്ച് ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു രണ്ടായി മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടായി മടക്കിയതാണ്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇതുപോലെ മടക്കി കൊടുക്കുന്നത് 4ആയിട്ട്. അപ്പോൾ ഞാനൊന്ന് ലെങ്ത്ത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 25 ഇഞ്ച് ലെങ്ത്ത് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ടായി മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇവിടെ. ഇതുപോലെ ഇവിടെ മാത്രമാണ് ഓപ്പൺ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കരകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കരകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കത് സാരിയാണെന്ന് പെട്ടെന്ന് തോന്നും. പെട്ടെന്നല്ല എന്തായാലും തോന്നും. അപ്പോൾ നമുക്കിത് ഈ കരകളൊന്നുമില്ലെങ്കിൽ കറക്റ്റ് നല്ല നമ്മുടെ ഫ്ലോറൽ പ്രിൻ്റുള്ളൊരു ടോപ്പാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്ലീറ്റ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു പീസോ അല്ലെങ്കിൽ 2 പീസ് എങ്ങാനോ ഇനിയും നിങ്ങൾക്ക് തുണി ഉള്ളതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ ഒരു 46-44 ഇഞ്ച് ലെങ്ത്തിന് ഒരു 3.5 മീറ്റർ തുണി മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്കുള്ള തുണി 5 ഇഞ്ച് ഒരു പീസ് കൂടി നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനും മേലേക്കുള്ള തയ്യൽ തുമ്പും അടക്കം കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് 5ഉം 6.5 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 6.5 ഇഞ്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് നമ്മൾ നേരത്തെ രണ്ടായി മടക്കി കട്ട് ചെയ്തെടുത്തില്ല, അതുപോലെ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവിടെ താഴേക്ക് കുറച്ചുകൂടെ പ്ലീറ്റ്സ് കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരു 2 പീസ് കൂടെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സാരി ഇങ്ങനെ വീതി കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും പീസുകൾ ഇങ്ങനെ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒറ്റ പീസിലോ അല്ലെങ്കിൽ ഒരു 2 പീസിലൊക്കെ ഇത് നമുക്കിങ്ങനെ ജോയിൻ്റ് ചെയ്യാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4ആയി തുണി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമുക്കൊന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 17 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ ലെങ്ത്ത് 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ അടിവശത്ത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കുറച്ച് കൂടുതലായിട്ട് തുണി എടുക്കണം. അപ്പം ഞാനിവിടെ 8 ഇഞ്ച് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിന് പ്രത്യേകമായിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണില്ല. അതൊക്കെ ആദ്യമേ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടൊക്കെ ചുരിദാർ ടോപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓരോ വീഡിയോയിലും ഇതുപോലെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിശദമായി പറയണില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പം നമുക്കിതാ ഇതുപോലെ ഞാനിങ്ങനെ പീസ് വെച്ചിട്ടുള്ളത് നമുക്ക് കറക്റ്റ് നെക്ക് വൈഡൊന്നും കൂടുതലായി പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ നല്ല വശത്ത് നെക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചീത്തവശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നെക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വിശദമായിട്ട് പറയണില്ല. അത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് ബോറടിക്കും. എനിക്കും അത് വീഡിയോ ലെങ്ത്തായി പോവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇതൊന്ന് സ്പീഡിലൊന്ന് ഓടിച്ചു വിടണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇതിങ്ങനെ ആം ഹോൾ കുഴിച്ച് വെട്ടാറ് കേട്ടോ. ഇത് 1/2 ഇഞ്ചൊന്ന് ഇതുപോലെ കുഴിച്ച് വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ സ്ലീവിൻ്റെ ലൈനിങ്ങും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ താഴ്വശത്ത് എലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ വശത്തുള്ള കൈയുടെ വണ്ണം എടുത്തിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് വീതിയുള്ളൊരു എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ അടിവശം ആ വീതിയിലൊന്ന് മടക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് എലാസ്റ്റിക് നമ്മുടെ സൂചി ഉപയോഗിച്ച് കടത്തിയതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതുപോലെയാണ് ഞാനിവിടെ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഈ വീഡിയോ ഇതിൽ ഓഫായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് ഈ ഭാഗം മാത്രം ഇതിൽ റെക്കോർഡായിപ്പോയില്ല. അപ്പോൾ ഞാൻ ഇവിടെ സ്ലീവൊക്കെ ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശം മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വശം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടിവശത്തെ പീസ് എങ്ങനെ ഇതിന് മേലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമെന്നും നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഇതിന് മേലെ നമ്മൾ സ്റ്റിച്ച് ഏറ്റവും വലുതാക്കി വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ അകലത്തിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു നൂല് വലിച്ചതിന് ശേഷം രണ്ട് നൂലും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഒരു നൂല് മാത്രം ഇതുപോലെ വലിച്ചിങ്ങനെ ചുരുക്കി കൊടുക്കാം. ഈ പ്ലീറ്റ്സ് ആകുമ്പോൾ നല്ല ഭംഗിയിലുള്ള പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും കേട്ടോ. അതല്ല നിങ്ങൾക്ക് നമ്മൾ മെഷീൻമേൽ വെച്ചിട്ട് ചെറുതായി ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം ആദ്യം പറയാൻ മറന്നു, നമ്മളിവിടെ ഈ 2 പീസായിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തത്. അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ലൈനിങ്ങും ജോയിൻ ചെയ്ത് കൊടുക്കണം ആ 2 പീസ്. അതുപോലെ തന്നെ നമ്മൾ മേലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ തുണിയും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹാഫ് ബോഡിയുടെ നമ്മുടെ ഈ അരവശത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് ഇതിന് മേലേക്ക് വെച്ചതിന് ശേഷം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടെ പ്ലീറ്റ്സ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല ചുരുക്കാനാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലേക്ക് നമുക്ക് നമ്മുടെ ലൈനിങ്ങും കൂടെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് മേലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ അടിയിലേക്കുള്ള ഈ ലൈനിങ്ങിന് നമുക്ക് കറക്റ്റ് പ്ലീറ്റ്സ് കറക്റ്റ് തന്നെ ആയി വരണമെന്നൊന്നുമില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കാനുള്ള ചെറിയ പീസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീനിൽ വെച്ച് പ്ലീറ്റ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്.
ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങും ഇത് ഈ അടിവശത്തെ പീസ് ജോയിൻ്റ് ചെയ്യേണ്ട, മേലത്തെ തുണിയിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അടിവശം ഇതാ ഇതുപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. മേലത്തെ ഭാഗം ഇല്ലാതെ ഇവിടെ ഒരു പട്ട വെച്ച് കൊടുത്തിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്കേർട്ടായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു അടിവശം കണ്ടോ. നല്ല പ്ലീറ്റ്സ് അടിവശത്ത് ഇതുപോലെ നല്ല കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഹാഫ് ബോഡിയുമ്മേൽ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു വശം മാത്രമാണ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വശം നമുക്ക് ജോയിൻറ്റ് ഇത് വെച്ചതിന് ശേഷം ജോയിൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ 2 വശം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അടിവശത്തെ പീസും ഇതിന് കറക്റ്റായി ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഷേപ്പാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ലൂസാക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറ്റും. റൗണ്ടിലാവുമ്പോൾ നമുക്കത് മുഴുവനും അഴിച്ചതിന് ശേഷം മാത്രമേ ലൂസാക്കാനോ അതല്ല ടൈറ്റാക്കാനോ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ മേലെ നിന്ന് അടിവശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണില്ല. അപ്പം നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ നമ്മുടെ ഈ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്താം. അതിന് ശേഷം ഈ ലൈനിങ് രണ്ടും ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ആ കെട്ടിട്ട് നിർത്തിയതിന് താഴേക്കായിട്ട് അവിടെ സൂചി കുത്തിയതിന് ശേഷം താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ലൈനിങ് ഇതുപോലെ താഴോട്ടാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിയിൽ തുണിയിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഈ ലൈനിങ്ങിൻ്റെയും ഇത് നല്ല തുണിയായിട്ട് അടിവശം ഒന്ന് ചെറുതായി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരേക്കും ബൈ.